എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന കടല വറുത്തതില്ലേ, അതിൻ്റെ റെസിപ്പിയാണ്. അതിനാവശ്യമുള്ളത് 1.5 കപ്പ് ഉപ്പാണ്. ഞാൻ ഫസ്റ്റ് ഇട്ട ഉപ്പ് ഞാൻ മുന്നേ ഉപയോഗിച്ച ഉപ്പാണ്, അത് ഞങ്ങൾക്ക് കുപ്പിയിലെടുത്ത് വെക്കാം. അപ്പം 1.5 കപ്പ് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലയും. കടലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതുണ്ട്. അപ്പോൾ അത് നന്നായി വറുത്തെടുക്കണം. എനിക്കൊരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ അതിലിങ്ങനെ പൊട്ടുന്നൊരു ഒച്ച വെക്കും. അപ്പോൾ അത് പാകത്തിനായി എന്നാണ് അർത്ഥം. നന്നായിട്ട് വറുത്തെടുക്കും. ഈ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാന്ന്. ഞങ്ങൾക്ക് ബീച്ച് സൈഡിൽ നിന്നൊക്കെ കടല വറുത്ത് കിട്ടുന്നുണ്ട്, അതേപോലത്തെ ഒരു സ്മെല്ലാന്ന്. അപ്പോൾ എൻ്റെത് ആയിട്ടുണ്ട്, 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വറുക്കുന്നതെന്ന് വെച്ചിട്ട് ഒട്ടും കടലിൽ ഉപ്പ് പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഉപ്പായിരിക്കും, ഒട്ടും ഉപ്പ് പിടിക്കുകയും ചെയ്യില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്കത് മാറ്റി വെക്കാം. ഈ അരിപ്പ പാത്രത്ത് കൊണ്ട് തന്നെ എടുക്കണം, എന്നാലേ ഈ ഉപ്പൊക്കെ പോയി കിട്ടും. പിന്നെ ഈ കണ്ണുപ്പുണ്ടല്ലോ, അത് ഞങ്ങൾക്കൊരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ എടുത്ത് വെക്കാം. അത് ബേക്ക് ചെയ്യാനും പിന്നെ ഇങ്ങനെ കടല വറുക്കാനൊക്കെ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാം, ചൂട് മാറിയിട്ട്. അതിന് ശേഷം ഒരു ഫ്രൈ പാൻ വെക്കാം. ഒരു വലിയ ഫ്രൈ പാൻ തന്നെ എടുക്കണം. അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ യൂസ് ചെയ്ത് നല്ല കടലക്ക് നല്ല ഗ്ലൈസിങ്ങും പിന്നെ നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. നല്ല ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത്. ഞാൻ ഇപ്പോൾ 1 കപ്പ് കടലെടുത്തത് കൊണ്ടാണ് ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് കാണിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം കടലെടുക്കുന്നോ അപ്പോൾ അത്രത്തോളം ക്വാണ്ടിറ്റി കൂട്ടണം. ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച കടലുണ്ടല്ലോ, അതും ഇതിൽ ചേർന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം തന്നെ നല്ല കടല കാണാൻ നല്ല ഭംഗിയായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ തന്നെ ഞങ്ങൾക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഉപ്പിൽ വറുത്തതിന് ശേഷം ഒട്ടും ഉപ്പിൻ്റെ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാകത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അത് നിങ്ങൾ ഓർക്കണം, ഉപ്പ് ഉണ്ടാവും ചോദിച്ചാൽ ഉപ്പ് ചേർക്കാതിരിക്കരുത്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഉപ്പും മുളക് പൊടിയും ഞാൻ ചെറിയൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടേ ഉള്ളൂ. അധികം സ്പൈസി വേണ്ടുന്നവർക്ക് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പം മുളക് പൊടിയുടെ പച്ചമണം മാറുന്നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. നല്ല മണമുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു പോവും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കായപ്പൊടി ഇതും ചേർത്ത് കൊടുക്കണം, എന്നാലേ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ കിട്ടാം. അതും കൂടി നന്നായി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. മുളക് പൊടിൻ്റെ പച്ചമണം മാറേണ്ട ടൈമാണ് വേണ്ടും. പിന്നെ ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നന്നായി വറുത്തെടുത്ത് ഇതാ ഞങ്ങൾ കടല വറുത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് കട്ടൻ ചായയും കടലയും പാട്ടൊക്കെ വെച്ച് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങളെ ചാനൽ സബ് ചെയ്തിട്ട് എല്ലാവരും സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മക്കൾക്കെല്ലാം എൻ്റെ കടല ആക്കി കൊടുക്കണം. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് ബായ്.